ചൈനയുടെയും തുർക്കിയുടെയും സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് തുടർച്ചയായി പറക്കുന്നതായി റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനങ്ങളിലാണ് ഈ വിമാനങ്ങൾ ഇറങ്ങിയത്. ഇതോടെ ഇന്ത്യ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ മറ്റൊരു യുദ്ധത്തിന് പാകിസ്ഥാൻ ഒരുങ്ങുകയാണോ എന്നതാണ് ആശങ്ക. ഏകദേശം 60 മണിക്കൂറോളമാണ് ഈ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് പറന്നത്. റാവൽപിണ്ടിക്കടുത്തുള്ള നൂർഖാൻ എയർബേസിലും കറാച്ചിയിലെ മസൂർ എയർബേസിലുമാണ് ചൈനയുടെ സൈനിക വിമാനം ഇറങ്ങിയത്. ഡ്രോണുകളും മിസൈലുകളും മറ്റ് പ്രതിരോധ ഉപകരണങ്ങളുമാണ് ഈ സൈനിക വിമാനങ്ങളിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നൂർഖാനും മസൂറും പാകിസ്ഥാന്റെ സുപ്രധാന സൈനിക വ്യോമത്താവളമാണ്. ചൈനയുടെയും തുർക്കിയുടെയും യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയ സമയം ആശങ്കാകുലമാണ്. പാകിസ്ഥാൻ തുർക്കിയുമായും സൗദിയുമായും ചേർന്ന് ഇസ്ലാമിക് നാറ്റോ രൂപീകരിച്ചതിനു പിന്നാലെയാണ് ഈ സൈനിക വിമാനങ്ങളുടെ പാകിസ്ഥാനിലേക്കുള്ള വരവ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാലത്തും ചൈനയും തുർക്കിയും പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിയിരുന്നു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യമുന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും. പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ തിരിച്ചടിച്ചപ്പോൾ അതിൽ അപലപിച്ച തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പം നിന്നപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ച ഈ രാജ്യങ്ങളുടെ നിലപാടാണ് ഇന്ത്യക്കാരെ ആദ്യം പ്രകോപിപ്പിച്ചത്. ഇതിനിടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകൾ തുർക്കിയിൽ നിന്ന് നിർമ്മിച്ചവയാണെന്നും കണ്ടെത്തി. തുർക്കി നിർമ്മിത അസിസ്കാർഡ് സോൻഖർ ഡ്രോണുകളാണ് ഇവയെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കാനുള്ള നിരവധി നടപടികൾ ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. അതിർത്തി വ്യക്തമായി നിർണ്ണയിക്കാൻ പ്രത്യേക സമിതിക്ക് രണ്ടു രാജ്യങ്ങളും രൂപം നൽകും. സേനകൾക്കിടയിലടക്കം അതിർത്തിയിൽ തർക്കങ്ങൾ തീർക്കാൻ മധ്യ കിഴക്കൻ മേഖലകളിലും സംവിധാനങ്ങൾ വരും. ഇപ്പോൾ വടക്കൻ മേഖലയിൽ മാത്രമാണ് ഇതുള്ളത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് പുനഃസ്ഥാപിക്കും. നാഥുല പാസ് അടക്കം 3 അതിർത്തികൾ വഴിയുള്ള വ്യാപാരം വീണ്ടും തുടങ്ങും. ടൂറിസ്റ്റ് ബിസിനസ് വിസകൾ വീണ്ടും നൽകി തുടങ്ങും. അതിർത്തിയിലെ സേനാ പിന്മാറ്റത്തിനുള്ള ധാരണ നടപ്പാക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനും സംയുക്ത നിവേദനവുമായി നിരവധി പ്രമുഖർ രംഗത്തെത്തി. ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് 1 വർഷം പിന്നിടുമ്പോഴാണ് രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ള 100-ലധികം പേർ ഈ ആവശ്യവുമായി രംഗത്തെത്തിയത്. സെന്റർ ഫോർ പീസ് ആൻഡ് പ്രോഗ്രസ് എന്ന സംഘടന മുൻകൈയെടുത്ത് തയ്യാറാക്കിയ നിവേദനത്തിൽ ഇന്ത്യയിൽ നിന്ന് 61 പേരും പാകിസ്ഥാനിൽ നിന്ന് 56 പേരും ഉൾപ്പെടെ 117 പേർ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ അവസരങ്ങളും സുരക്ഷിതമായ ഭാവിയും ഇല്ലാതാക്കുന്നതായി നിവേദനം ചൂണ്ടിക്കാട്ടുന്നു. ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കാൻ വിശ്വാസം വളർത്തുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യം. നയതന്ത്ര ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുക, ഇരു രാജ്യങ്ങളിലും ഹൈക്കമ്മീഷണർമാരെ നിയമിക്കുക, വിസ സേവനങ്ങൾ സാധാരണ നിലയിലാക്കുക, വാണിജ്യ വിമാനങ്ങൾക്ക് വ്യോമപാത തുറന്നു നൽകുക, അട്ടാരിവാഗ അതിർത്തി വ്യാപാരത്തിനും യാത്രകൾക്കുമായി തുറന്നു നൽകുക എന്നീ ആവശ്യങ്ങളും നിവേദനത്തിലുണ്ട്. ജമ്മു കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമഗ്രമായ ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം. 2004 മുതൽ 2007 വരെയുള്ള കാലയളവിൽ ചർച്ച ചെയ്ത ചട്ടക്കൂടുകൾ പരിഗണിക്കുക, സൈനികവൽക്കരണം കുറയ്ക്കുക, പാകിസ്ഥാനിലെ നീലം താഴ്വരയിലുള്ള ശാരദാ പീഠത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുക, ഇരു രാജ്യങ്ങളിലെയും ആരാധനാലയങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുക എന്നീ ആവശ്യങ്ങളും നിവേദനത്തിൽ ഉന്നയിക്കുന്നു. പാക് അധീന കശ്മീരിൽ തുടരുന്ന പ്രതിഷേധത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യ രംഗത്തെത്തിയിരുന്നു. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ നടത്തുന്ന ചൂഷണത്തിന്റെയും മൌലികാവകാശ നിഷേധത്തിന്റെയും അടിച്ചമർത്തലിന്റെയും നേരിട്ടുള്ള അനന്തരഫലമാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സംഭവത്തിൽ അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദികളാക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നതായും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.